ഭൂലോകത്തിന്റെ വിജയരാജ്ഞി. അധ്യായം 3. കാലത്തിന്റെ അടയാളങ്ങളും പ്രവചനങ്ങളും അവഗണിക്കുകയോ? പരിഹാരാനുഷ്ഠാനങ്ങൾക്ക് ഇനിയും വേണ്ടുവോളം സമയമുണ്ടെന്ന് സഭാധികാരികൾ ചിന്തിച്ചു. യുദ്ധത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നോ പോരാട്ടം ഹംഗറിയിലേക്ക് എത്തുമെന്നോ അവർക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഈശോയുടെ മറുപടി അറിഞ്ഞപ്പോൾ അത് സംഭവ്യമല്ല എന്ന് അവർ പ്രതികരിച്ചു. ഈ രാജ്യത്ത് യുദ്ധം താല്പര്യപ്പെടുന്ന ആരും തന്നെയില്ല. ഒരു മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ എന്നെ, സിസ്റ്റർ നതാലിയയെ കൊണ്ടുചെന്നാക്കാൻ അവർ ആലോചിച്ചു. പരിഹാരാനുഷ്ഠാനങ്ങൾക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അസംഭവ്യമായത് സംഭവിച്ചപ്പോഴും ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രായശ്ചിത്തവും പരിഹാരവും രാജ്യവ്യാപകമായി ഏറ്റെടുത്ത് നടത്താനുള്ള സമയം ആയി എന്ന് സമ്മതിക്കാൻ അവർ മുതിർന്നില്ല. യുദ്ധം നടന്നുകൊണ്ടിരുന്ന വേളയിൽ അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ഈശോ അവർക്ക് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കാത്ത വിധത്തിലുള്ള ഒരു അടയാളം കൊടുക്കുക പോലും ചെയ്തിരുന്നു. വളരെ നേരത്തെ തന്നെ ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജ്യത്ത് ആദ്യം വീഴുന്ന ബോംബ് വരോസ് മേജറിൽ ഉള്ള ദേവാലയത്തെ നശിപ്പിക്കുമെന്ന്. അവസാനം കർദിനാൾ മൈൻസെന്റിയുടെ ആഹ്വാനത്തെ മാനിച്ചുകൊണ്ട് പരിഹാരാനുഷ്ഠാന ചാപ്പലിന്റെ പണി ആരംഭിച്ചു. നോർമഫ എന്ന സ്ഥലത്ത് ചാപ്പൽ പണിയാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തേക്ക് പലരും പ്രായശ്ചിത്തമായി മുട്ടിന്മേൽ ഇഴഞ്ഞുകൊണ്ട് പാറക്കല്ലുകൾ എത്തിച്ചു. നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവ് ഇങ്ങനെ വിമർശിച്ചു പറഞ്ഞു, സഭാധികാരികൾ പരിഹാരാനുഷ്ഠാനങ്ങൾ സമാരംഭിക്കുന്നതിന് കാലതാമസം വരുത്തിയെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അവരിൽ നിന്ന് ആവശ്യപ്പെടുക. എന്റെ പദ്ധതിയിലൂടെ രക്ഷിക്കാമായിരുന്നതും എന്നാൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നവരുമായ ആത്മാക്കളുടെ ചുമതല അവർ ഏറ്റെടുക്കുമോ? പ്രത്യുത്തരിക്കുന്നതിന് മുമ്പ് 3 വട്ടം അവർ ചിന്തിക്കട്ടെ. ആത്മാക്കളുടെ കർത്താവായ എനിക്ക് അവരുടെ ചുമതലയിൽപ്പെട്ടതിന് മറ്റുള്ളവരെ പഴിചാരാൻ അവരെ അനുവദിക്കുക സാധ്യമല്ല. എന്റെ ആഗ്രഹങ്ങൾക്ക് അധികാരികൾ വഴങ്ങുകയും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ നിർബാധം പ്രവർത്തിക്കാൻ അവർ എന്നെ അനുവദിക്കുകയും വേണം. കർത്താവിന്റെ അഭ്യർത്ഥനയെ ദ്വേഷിക്കുന്നു. അധികാരികൾ എന്റെ കുമ്പസാരക്കാരനെ ഒരു സ്കൂളിലേക്ക് വേദപാഠ അധ്യാപകനായി മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, അച്ഛൻ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുരോഹിതരോടും എനിക്ക് സമർപ്പിതരായ ആത്മാക്കളോടും കൂടെ അദ്ദേഹം പ്രവർത്തിക്കണമെന്നാണ് എന്റെ ഇംഗിതം. വൃത്തിഹീനവും ആധ്യാത്മിക തലത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതുമായ സക്രാരികളിൽ ഞാൻ അദ്ദേഹത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. തകർന്നു നുറുങ്ങുന്ന ദേവാലയ മതിലുകൾക്കിടയിലോ കേടുവരാൻ തുടങ്ങുന്ന ഓസ്തികളിലോ വസിക്കാൻ എനിക്ക് ഇനി അങ്ങോട്ട് സാധ്യമല്ല. പല പുരോഹിതരുടെയും അനാസ്ഥ മൂലം ധാരാളം ആത്മാക്കൾ നഷ്ടമായി പോകുന്നതിനെ കുറിച്ച് ഞാൻ അസഹിഷ്ണുവാണ്. എത്രയും വേഗം പരിഹാരാനുഷ്ഠാനങ്ങൾ തുടങ്ങണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവ് കൂടുതൽ തറപ്പിച്ചു പറഞ്ഞു, എന്റെ മകനെ, വരുവിൻ, നിന്റെ അനുഗാമികൾക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ സംരംഭത്തെ പ്രതി ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, കൂടെ ആയിരിക്കുകയും ചെയ്യും. എന്നിൽ ശരണം വെച്ച് അനുഗമിക്കുക. അപ്പോൾ ആത്മാക്കളിൽ എന്റെ അത്ഭുതങ്ങളും സഭയിൽ എന്റെ മഹത്വവും നീ ദർശിക്കും. പരിഹാരാനുഷ്ഠാനങ്ങൾക്കു വേണ്ടി ഈശോ നിർബന്ധിക്കുന്നതിനെ ചിലരെല്ലാം നീരസത്തോടെ കണ്ടു. അവിടുന്ന് അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരു അമ്മ അവളുടെ കുഞ്ഞിന്റെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരുമ്പെടുമ്പോൾ അത് കണ്ട് നിങ്ങൾ നടുങ്ങുന്നുവോ? കപടനാട്യക്കാരെ, കർത്താവിന്റെ സ്നേഹം ഒരു അമ്മയുടേതിനേക്കാളും വലുതല്ലെന്നോ? എന്റെ സഭയെ ശുദ്ധീകരിക്കുന്നതിനും പുരോഹിതരിലൂടെ പാപത്തെ ഇല്ലായ്മ ചെയ്യാനും പിശാചിനെ തോൽപ്പിക്കാനും മറ്റേത് ശക്തിയെയും അതിശയിക്കുന്ന എന്റെ ശക്തി പ്രകടമാക്കാനും തുടക്കം കുറിക്കുന്നതിന് ശതാബ്ദങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ്. പാപത്തിൽ നിന്നുള്ള ലോകവ്യാപകമായ ഈ ശുദ്ധീകരണ പ്രക്രിയ ഒരു ദർശനത്തിൽ ഞാൻ കണ്ടു. ലോകത്തിലാകമാനം അത് ആരംഭിച്ചെങ്കിലും
അതിന്റെ വേഗതയും സാഫല്യവും പുരോഹിതരുടെ ഭക്തിതീക്ഷ്ണതയെ ആശ്രയിച്ചായിരുന്നു എന്നും ഞാൻ ദർശിച്ചു. പാപത്തിന്റെ അവസാനം ലോകാവസാനമല്ല. ചിലരെല്ലാം ലോകാവസാനത്തെക്കുറിച്ച് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് പ്രത്യുത്തരിച്ചു, ലോകാവസാനമല്ല, പ്രത്യുത പാപത്തിന്റെ അവസാനം ആസന്നമായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ധാരാളം ആത്മാക്കളുടെ നിത്യനാശത്തിലേക്കുള്ള ഗമനം നിലയ്ക്കും. പല വചനങ്ങളും നിറവേറുകയും ഒരിടയനും ഒരു ആട്ടിൻപറ്റവും മാത്രമാവുകയും ചെയ്യും. വെടിപ്പാക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായ സഭയിൽ ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒരു സന്ദേഹവും കൂടാതെ വന്നു ചേരുന്നത് ഞാൻ ദർശിച്ചു. തീർച്ചയായും പാപം കീഴടക്കപ്പെടുകയും സാത്താൻ ബന്ധിതനാവുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുക. സന്ദേശങ്ങളെ സംശയിക്കുന്നവർ. ഈശോയ്ക്ക് ഇപ്പോഴും മനുഷ്യർക്കായി സന്ദേശങ്ങൾ തരാനാകുമെന്ന് വിശ്വസിക്കാത്തവർക്കായി ഈശോ ഇങ്ങനെ അറിയിച്ചു, എന്നെ സ്നേഹിക്കുന്ന പുരോഹിതരെ, ആത്മാക്കളുടെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ പക്കലേക്ക് സന്ദേശം അയക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമെന്ന്. മത്തായി 28:20. ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ ഒന്നിലും ഏർപ്പെടാതിരിക്കാൻ എനിക്ക് സാധ്യമാണോ? എന്റെ വചസ്സുകൾ ആയിരക്കണക്കിന് ആത്മാക്കളെ രക്ഷിക്കാൻ ഉതകുന്നതാണ് എന്ന് അറിയാവുന്ന എനിക്ക് മൂകനായിരിക്കാനാകുമോ? വ്യാജപ്രവാചകന്മാരുടെ മൂടുപടങ്ങൾ കീറിക്കളയാൻ എനിക്ക് സാധിക്കും. ഞാൻ അത് പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്ക് സാധ്യമല്ല എങ്കിൽ എനിക്ക് എങ്ങനെയാണ് സ്നേഹവും പ്രകാശവും സർവവും പ്രദാനം ചെയ്യുന്ന ദൈവമാകാൻ സാധിക്കുക? ആദിമനുഷ്യരായ ആദത്തെയും ഹവ്വയെയും പോലും ഞാൻ അനുതപിക്കാൻ ആഹ്വാനം ചെയ്തു. എനിക്ക് മുന്നോടിയായി അയച്ച സ്നാപക യോഹന്നാനിലൂടെ അനുതപിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്തു. അനുതാപത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവിത പരിത്യാഗത്തിന്റെയും ദൃഷ്ടാന്തം ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ഇക്കാരണത്താലാണ് ആത്മാക്കളെ സ്നേഹത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നയിക്കാനുള്ള ഉദ്ദേശ്യത്തോടെ ഞാൻ സക്രാരികളിൽ കഴിയുന്നത്. എത്രയോ അധികം അധിക്ഷേപിക്കപ്പെട്ട സ്വർഗപിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ദൈവാലയങ്ങളുടെ മോടി പിടിപ്പിച്ച കവാടങ്ങൾക്കകത്ത് വസിക്കുന്നതിന് കാരണം ഇതല്ലേ? ഇത്ര ശ്രേഷ്ഠമായ ശൈലിയിൽ ഞാൻ എന്നെ തന്നെ നിങ്ങളിലേക്ക് തരം താഴ്ത്തിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ മുമ്പിൽ ശങ്കിക്കുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, എന്റെ പുരോഹിതർ സത്യത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തെ ദർശിച്ചിരുന്നെങ്കിൽ നീതിമാന്മാരുടെ പരിഹാരാനുഷ്ഠാനങ്ങൾ മുഖാന്തിരം മാത്രമാണ് ഞാൻ ഈ ലോകത്തെ നിലനിർത്തുന്നത് എന്ന് അവർ കാണുമായിരുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനകളും പരിഹാരങ്ങളും എന്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്നത് കൊണ്ട് എന്റെ ജനത്തിന്റെ മേൽ എനിക്ക് കരുണ തോന്നുകയും തീർത്തും അർഹമായ സഹനങ്ങളുടെയും ശുദ്ധീകരണത്തിന്റെയും സമയദൈർഘ്യം ചുരുക്കാൻ ഞാൻ പ്രേരിതനാവുകയുമാണ്. ഹൃദയം നിർമ്മിക്കപ്പെട്ടത് ആത്മീയ പരമാനന്ദ സുഖത്തിനു വേണ്ടി. എന്റെ മകളെ, എന്റെ പുരോഹിതരോടും ലോകം മുഴുവനോടും പറയുക, അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവരുടെ പാപപ്പെരുപ്പം നിമിത്തം ലോകം നശിച്ചു പോകും. എന്റെ വാക്കുകൾ സത്യമാണ്. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെല്ലാം ജീവിക്കും. എന്നാൽ അവയെ തള്ളിക്കളയുന്നവർ നഷ്ടപ്പെട്ടു പോകും. എന്റെ പുരോഹിതരെ, എന്റെ അഭിലാഷം ഒന്നു മാത്രമാണ്, പാപികൾ മാനസാന്തരപ്പെടുക. അവർ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക, എന്നെ സ്നേഹിക്കുകയും ചെയ്യുക. ഓരോരുത്തരും ഇത് മനസ്സിലാക്കുക. അവരുടെ പാപങ്ങൾ ഇത്ര പെരുകിയിട്ടും അവരുടെ ജീവൻ നിലനിർത്താൻ കാരണം എന്റെ സ്നേഹവും അതോടൊപ്പം സ്നേഹത്തിനും പാപപരിഹാരത്തിനും വേണ്ടി അവർ ജീവിക്കണമെന്നുള്ള എന്റെ തിരുച്ചിത്തവുമാണ്. ഞാൻ സ്നേഹം തന്നെയാണ്. എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ വസിക്കുന്നു.
സമാധാനവും ശാന്തിയും ആനന്ദവും ആത്മാക്കളിൽ നിറയുന്നു. ശരീരം നിർമ്മിക്കപ്പെട്ടത് സഹനത്തിനും പ്രായശ്ചിത്തത്തിനും വേണ്ടിയാണ്. ആത്മാവ് നിർമ്മിതമായത് പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമാണ്. ഹൃദയം നിർമ്മിക്കപ്പെട്ടത് ആത്മീയ ആനന്ദ സുഖത്തിനു വേണ്ടിയാണ്. അവയെല്ലാം എന്റെ അനന്ത സ്നേഹത്തിന്റെ ഫലങ്ങളാണ്. എന്റെ മകളെ, ദുഷിച്ചതും പാപഗ്രസ്തവും ക്ലേശപൂരിതവുമായ മാനവരാശി സത്യത്തിലുള്ള പരമാനന്ദം അനുഭവിക്കാതെ ജീവിക്കുന്നത് ദർശിക്കുമ്പോഴുണ്ടാകുന്ന വ്യഥ എന്റെ ദിവ്യഹൃദയത്തിന് സഹിക്കാനാവുന്നില്ല. ലോകത്തിന്റെ ധാർമ്മിക അധപതനം കാണുമ്പോൾ അത് എന്നെ കരുണ കാണിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്റെ സ്നേഹത്തിന്റെ ഫലങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ ഞാൻ അഭിലഷിക്കുന്നു. അധികാരികൾ പ്രകാശിതരാകാൻ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സന്ദേശങ്ങൾ അധികാരികൾക്ക് കൊടുക്കുക എന്നത്, പ്രത്യേകിച്ച് അവിടുത്തെ മുന്നറിയിപ്പുകളും ശകാരങ്ങളും അവർക്ക് കൈമാറുക എനിക്ക് വിഷമകരവും ജാഗ്രത ആവശ്യപ്പെടുന്നതുമായ ദൗത്യമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ മറ്റാരോ എന്നിലൂടെ എല്ലാം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതല്ലായിരുന്നെങ്കിൽ പുരോഹിതഗണത്തിന്റെ പാവനാന്തസ്സും ആദരണീയ സ്ഥാനവും ബഹുമാനത്തോടെ പരിഗണിച്ചിരുന്ന എനിക്ക് ഒരൊറ്റ വാക്ക് പോലും എഴുതാൻ സാധിക്കുമായിരുന്നില്ല. പുരോഹിതരുടെ ശ്രേഷ്ഠത കർത്താവ് എനിക്ക് കാണിച്ചു തന്നിരുന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ എന്റെ ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. തീർത്തും ഒന്നുമല്ലാത്ത എന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധമാണ് കർത്താവിന് എന്നെ തന്നെ പൂർണ്ണമായി നൽകാൻ എന്നെ പ്രാപ്തയാക്കിയത്. പാപത്തിൽ കഴിയുന്ന പുരോഹിതർക്കു വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ 1000 വട്ടം ഹോമിക്കുമായിരുന്നു. വൈദികരെ അവരുടെ പാപങ്ങളെ പ്രതി രക്ഷകൻ ശാസിച്ചു എന്നിരിക്കിലും അവിടുത്തെ സ്വർഗപിതാവിന്റെ മുമ്പിൽ അവിടുന്ന് അവരെ സംരക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ടി അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ എന്നെ ദ്രോഹിക്കുമായിരുന്നില്ല, നേരെ മറിച്ച് സ്നേഹിക്കുമായിരുന്നു. ദയവായി അവരുടെ മേൽ നീതിയുക്തമായ കോപത്തെ ശമിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടുന്ന് പ്രാർത്ഥനയിൽ പരിഗണിച്ചിരുന്ന പുരോഹിതരിലേക്ക് രക്ഷകൻ അവിടുത്തെ കൃപകൾ തിടുക്കത്തിൽ കൊണ്ടെത്തിക്കുന്നത് ഞാൻ കണ്ടു. ഈ കൃപകൾ ഭാഗികമായി ആന്തരിക ഭാഷണത്തിലൂടെയും ഭാഗികമായി മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും ആയിരുന്നു നൽകപ്പെട്ടത്. ഇച്ഛാസ്വാതന്ത്ര്യം, തെറ്റായ വ്യാഖ്യാനം. കർത്താവ് എന്നോട് പറഞ്ഞു, സഭയെ നയിക്കുന്ന വളരെ പേർ എൻ്റെ ആഗ്രഹങ്ങളെ തിരസ്കരിക്കുന്നതിന് കാരണം അവരുടെ ഇച്ഛാസ്വാതന്ത്ര്യവും അതേക്കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനവും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒഴികഴിവുകളുമാണ്. അവർക്ക് അധീനരായവരിലൂടെ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചും അവർക്ക് പരാതിയുണ്ട്. സഭാധികാരികളോട് ഞാൻ പറയുന്നു, സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ എൻ്റെ കൃപാദാനങ്ങൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടുത്തെ തിരുച്ചിത്തത്തെ എതിർക്കുന്ന സഭാധികാരികളെ പ്രതി ഈശോ വളരെ ക്ലേശിക്കുന്നതായി ഞാൻ ദർശിച്ചു. കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായി, അതിൽ കുറേ അധികാരികൾ മേൽപ്പറഞ്ഞ കാരണത്താൽ കഠിന ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന്. എതിർത്ത് നിന്ന പുരോഹിതർക്ക് ശിക്ഷ. കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു: എൻ്റെ മകളെ, അഹങ്കാരവും സ്വാഭിമാനവും കാരണം എൻ്റെ തിരുച്ചിത്തത്തെ കവച്ചു വെച്ചുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പോയി അന്ധകാരത്തിൽ ജീവിക്കുന്ന അധികാരികൾക്ക് വേണ്ടി നീ സ്വയം ബലിയാവണം. യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹാഗ്നിയിൽ സ്വയം ശുദ്ധി ചെയ്യപ്പെട്ട് എൻ്റെ അനന്തസ്നേഹം കൽപ്പിക്കുന്നത് അവർ പാലിക്കണമെന്നാണ് എൻ്റെ ഇംഗിതം. എൻ്റെ മകളെ, ആത്മാക്കളിൽ എന്നെ തിരിച്ചറിയാൻ വിസ്മരിക്കുന്ന സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വയം ബലിയാവുകയും ചെയ്യുക. ആ അധികാരികൾക്ക് വേണ്ടി ഞാൻ അധികം സഹിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരുടെ മേൽനോട്ടത്തിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളിൽ അവർ എന്നെ തിരിച്ചറിയുകയും വേണം. അവർ പ്രകാശിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
ഞാൻ അധികാരികളുടെ അധികാരിയാണെന്ന വസ്തുത അവർ ചിന്താവിഷയമാക്കട്ടെ. ഞാൻ മാത്രമാണ് ഒരേയൊരു കർത്താവ്. എനിക്ക് സ്വതന്ത്രമായി വർത്തിക്കാനാകും. ആർക്കും ഒന്നിനും നിയന്ത്രണം സാധ്യമല്ലാത്തത് എൻ്റെ മേലാണ്. എൻ്റെ വികാരിമാരെ, നിങ്ങളോട് ഇത്ര പരുഷമായി ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. എൻ്റെ ഭരണം സ്വേച്ഛാധിപത്യമല്ല. എൻ്റെ ശക്തി ബലപ്രയോഗമല്ല. ഞാൻ സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പക്ഷം പിടിച്ചാണ് സംസാരിക്കുക. സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് അനുസരിക്കുക. പിന്നീട് 2 മാസത്തേക്ക് ഈശോ അധികാരികളെക്കുറിച്ച് സംസാരിച്ചില്ല. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കർത്താവിനെ കണ്ടു. ഈശോയെ ബന്ധിക്കാനുള്ള കയറുകൾ തയ്യാറാക്കി നിൽക്കുന്ന സഭാധികാരികളെ കണ്ടിട്ട് അവിടുന്ന് വളരെ ദുഃഖാർത്തനായി കാണപ്പെട്ടു. അവരെ പ്രതി അവിടുന്ന് കണ്ണീരൊഴുക്കി. അനുസരണക്കേട് മൂലം നഷ്ടപ്പെട്ടു പോകുന്നവരെ കണ്ട് അവിടുന്ന് അതിലും കൂടുതൽ കണ്ണീരൊഴുക്കി. വേദനയിൽ ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ വഴിയിൽ നിന്ന് ഈ അധികാരികളെ ഞാൻ നീക്കം ചെയ്യും. എൻ്റെ മകളെ, നിന്റെ സ്വന്തം രക്തം കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി അവർക്ക് അയയ്ക്കുക. ഞാൻ തുടങ്ങിവെച്ചത് ഞാൻ പൂർത്തിയാക്കും. ഞാൻ ഇച്ഛിക്കുന്നത് ഞാൻ നേടിയെടുക്കും, അവരിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അവിടുന്ന് മന്നോഷ്ണരായ പുരോഹിതരെ നീക്കം ചെയ്യുക തന്നെ ചെയ്തു. കുറേ സഭാധികാരികളുടെ മരണമാണ് ഈശോ സൂചിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ മരണം അവർക്ക് കൃപയായിരുന്നു. കാരണം വഴിതെറ്റിയുള്ള ജീവിതം തുടരുക എന്നത് അതിനേക്കാളും ഒരു തിന്മയാണ്. അത് അവർ ഒഴിവാക്കി. കർത്താവിനെ 7 തവണ നിഷേധിക്കുന്നു. 1943 മുതൽ 7 പ്രാവശ്യം സഭാധികാരികളോട് ഈശോയുടെ മേൽ നിന്ന് കയറുകൾ എടുത്തു മാറ്റാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. ഒരു സന്ദർഭത്തിൽ അവിടുന്ന് ഇപ്രകാരം എന്നോട് പറഞ്ഞു, റോമിലേക്കും എൻ്റെ മകൻ്റെ കുമ്പസാരക്കാരൻ മേലധികാരികൾക്കും എൻ്റെ സന്ദേശം എത്തിക്കണം. നിങ്ങൾക്ക് എൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ, എൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ എന്നിൽ നിന്ന് വിലങ്ങുകൾ എടുത്തു മാറ്റുക. മറ്റൊരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ സഭാധികാരികളോടുള്ള എൻ്റെ അവസാനത്തെ താക്കീതാണിത്. എൻ്റെ മകനിലൂടെ ശക്തി പകരാൻ അവർ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ, എന്നെ ശുശ്രൂഷിക്കുന്നതിൽ ക്ഷീണവും തളർച്ചയും ബാധിച്ച ആത്മാക്കൾ ശിക്ഷയെ അതിജീവിക്കുകയില്ല. കർത്താവ് ഇപ്രകാരം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ വളരെ ക്ലേശിച്ചു. രക്ഷകൻ്റെ ഈ കഠിന ദുഃഖം കാണുകയും അവിടുത്തെ സഹായിക്കാൻ പറ്റാതെ അവിടുത്തെ നിവേദനങ്ങൾ ശ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിച്ചു പോവുകയായിരുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.